വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മോശ ഒരിക്കൽ കൂടി ഇസ്രായേൽ ജനതയോട് വിഗ്രഹാരാധനയ്ക്ക് കടുത്ത ദൈവശിക്ഷയാണെന്നും ദശാംശം കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്നും ഓരോ 7 വർഷവും ശാബത്ത് വർഷമായിരിക്കണമെന്നും 7-ാം വർഷം അടിമകൾക്ക് കൂടി മോചനം നൽകണമെന്നും ആഹ്വാനം ചെയ്തു. പെസഹ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, കൂടാര തിരുനാൾ എന്നിവ എങ്ങനെ ആഘോഷിക്കണമെന്ന് മോശ നിർദ്ദേശിച്ചു. നിഷ്പക്ഷമായ നീതി നടപ്പാക്കേണ്ടതിന് ഗോത്രം തോറും ന്യായാധിപന്മാരെ നിയമിക്കാനും മറ്റു പ്രദേശങ്ങളിലെ പോലെ അവർക്കും ഓരോ രാജാവിനെ തിരഞ്ഞെടുക്കാനും മോശ നിർദ്ദേശം നൽകി. രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പകൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു പകർപ്പ് പുസ്തകച്ചുരുളിൽ എഴുതിയെടുക്കണം. അവനത് സൂക്ഷിക്കണം. തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും വേണം. അങ്ങനെ തൻ്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും. നിയമാവർത്തനം 17-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. തെറ്റുകളുടെയോ കുറ്റങ്ങളുടെയോ സത്യാവസ്ഥ മനസ്സിലാക്കാൻ 2-3 സാക്ഷികളുടെ ആവശ്യകത വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എതിർഭാഗം വളരെ ശക്തമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാനായി ആഹ്വാനം ചെയ്യുന്നു. നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെയുണ്ട്. യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം. അവൻ ഇപ്രകാരം പറയട്ടെ: ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ്. ദുർബല ഹൃദയരാകരുത്. അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. നിയമാവർത്തനം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയായി ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.